നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്ന ഈ വാരം 1201 ഇടവമാസം 26-ാം തീയതി മുതൽ 32-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചക്കാലം, അതായത് 2026 ജൂൺ 9 മുതൽ 15 വരെയുള്ള സമയം. ജൂൺ 15 കഴിഞ്ഞാൽ പിന്നെ മിഥുന മാസമായി. ഇവിടെ ഇടവമാസത്തിലെ അവസാനത്തെ വാരത്തിൻ്റെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർക്ക് വാരഫലത്തിലേക്ക് സ്വാഗതം. ഇവിടെ നാം ഈ വാരഫലം ചർച്ച ചെയ്യുന്ന ഈ ദിനത്തിൽ ഗ്രഹസ്ഥിതിയും കൂടി നമുക്ക് ചിന്തിക്കാം. മേടൻ രാശിയിൽ ചൊവ്വയും, ഇടവൻ രാശിയിൽ ആദിത്യനും, മിഥുൻ രാശിയിൽ ബുധനും, കർക്കിടകത്തിൽ വ്യാഴവും ശുക്രനും, ചിങ്ങൻ രാശിയിൽ കേതുവും, കന്നി രാശിയിൽ ഗുളികനും, കുംഭൻ രാശിയിൽ രാഹുവും, 12-ാം രാശിയിൽ അവസാനത്തെ രാശി അന്ത്യരാശിയിൽ ശനിയും ചന്ദ്രനുമാകുന്നു. ഓരോ രാശിക്കാരുടെയും എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങൾ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ശുക്രൻ മാത്രമാണ് കർക്കിടക രാശിയിലേക്ക് മാറിയിരിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. വ്യാഴം ജൂൺ 2-ാം തീയതി തന്നെ കർക്കിടകത്തിലേക്ക് തന്നെ ഉച്ചനക്ഷത്രത്തിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ചന്ദ്രൻ മീനൻ രാശിയിലാണ്. ഇത് ചർച്ച ചെയ്യുമ്പോൾ, ഈ വാരഫലം ചർച്ച ചെയ്യുന്ന സമയത്ത് ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ഞാനിത് ചർച്ച ചെയ്യുന്നത്. മകംപൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രാശിയിൽ കേതുവുണ്ട്, 7-ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ ചന്ദ്രൻ, ശനി, 9-ാം ഭാവത്തിൽ ചൊവ്വ, 10-ാം ഭാവത്തിൽ സൂര്യൻ, 11-ാം ഭാവത്തിൽ ബുധൻ, 12-ാം ഭാവത്തിൽ ഗുരു, ശുക്രന്മാർ. ഇവിടെ ഈ ഒരു വാരത്ത് ഒരു കാളസർപ്പയോഗമുള്ള സമയമാണ്. രാഹു കേതുക്കളുടെ ഇടയിൽ ഒരു ഗ്രഹങ്ങളുമില്ല. അതിനാൽ ചിങ്ങൻ രാശിക്കാർക്ക് ഈ ഒരു വാരം നിർബന്ധമായും തങ്ങളുടെ നക്ഷത്രത്തിന് അല്ലെങ്കിൽ അനുജന്മ നക്ഷത്രത്തിന് എന്ത് ചെയ്യണം? സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി ചെയ്തേ മതിയാവുകയുള്ളൂ. ക്ലേശങ്ങളൊക്കെ മാറട്ടെ. പലപ്പോഴും തൻ്റെ വ്യക്തിപരമായ പ്രോസ്പിരിറ്റിക്ക് ഈ കാളസർപ്പയോഗം തടസ്സങ്ങൾ വരുത്തും എന്നറിയുക. 12-ാം ഭാവത്തിലാണ് ഗുരുശുക്രന്മാർ. സന്താനങ്ങൾക്ക് അത്ര നല്ല സമയമല്ല. അപ്രകാരം തന്നെ പലപ്പോഴും കർമ്മമേഖലയിൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ വരും. ജനാനം വിരോധം സദാസോ കരോതി. കർമ്മപതിയായ ശുക്രൻ 12-ാം ഭാവത്തിൽ വരുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. കഥാപ്യേതി വിത്തം വിലീയേത നിത്യം. ചിലപ്പോൾ ലഭിക്കും, പലപ്പോഴും നഷ്ടപ്പെടും. ഭൃഗോ ദ്വാദശേ കേളിസൽ കർമ്മശർമ്മ ഗുണാനാംജ കീർത്തേഹേ ക്ഷയം മിത്രവൈരം. തൻ്റെ അടുത്ത സഹായികളും സുഹൃത്തുക്കളും ശത്രുക്കളാവും. ഗുണങ്ങളും കീർത്തികളും തനിക്ക് നഷ്ടപ്പെട്ടു പോകും. ക്ഷയമുണ്ടാകും, നാശമുണ്ടാകും. അതിനുമപ്പുറം ജനാനാം വിരോധം സദാസോ കരോതി. പലപ്പോഴും ജോലിയുള്ളവർ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ കാലമാണ്. അനാവശ്യമായ മാനസിക പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കും പൊതുജനം. കാരണം പൊതുജനത്തെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ശനി നിൽക്കുന്നത് 8-ാം ഭാവത്തിൽ വളരെ ദുർബലമായിട്ടാണ്. ഇവിടെ പലപ്പോഴും ആത്മാർത്ഥത വളരെ കൂടിയവരാണ് ചിങ്ങൻ രാശിക്കാർ. വളരെയധികം ത്യാഗികളാണ്. അതിനാൽ പലപ്പോഴും തങ്ങൾക്ക് പുതിയ ട്രാൻസ്ഫറായി വന്നാലൊക്കെ അന്യരുടെ, തൻ്റെ കീഴ്ജീവനക്കാരുടെ കുറ്റങ്ങളും കുറവുകളും തനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുമ്പോൾ അവരൊക്കെ സടകുടഞ്ഞ് എഴുന്നേറ്റ് തനിക്കെതിരെ തിരിയും. തനിക്ക് സമയദോഷമാണ് ചിങ്ങൻ രാശിക്കാർക്ക്. 12-ലാണ് വ്യാഴം. അതിനാൽ വളരെ ഉണർന്ന് ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ നീക്കിയില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരും. 11-ൽ ബുധനാണ്. അത് നല്ലതാണ്. ധനപരമായ വിഷയത്തിലൊക്കെ നന്മകൾ ഉണ്ടാകും, ലാഭമുണ്ടാകും. 10-ൽ ആദിത്യനുണ്ട്. ജോലിയിൽ വളരെ നല്ലതാണ്. പക്ഷേ പലപ്പോഴും ജോലിക്ക് വിഘ്നങ്ങൾ ഉണ്ടാക്കാൻ പലരും ഉണ്ടാകും. താനും വലിയ വാശി പ്രകടിപ്പിക്കും. 12-ൽ വ്യാഴം വരുമ്പോൾ കലഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. മൂർഖ സ്വഭാവം താനും പ്രകടിപ്പിക്കും. അഭിമാനത്തോടുകൂടി ചെലവഴിച്ചാലും പ്രശസ്തി ഉണ്ടാകില്ല. മറ്റുള്ളവർ തന്നെ സാമ്പത്തികമായി വഞ്ചിക്കും. എന്നിട്ട് വിധിയെ പഴിക്കും താൻ. അതിനാൽ വളരെ ജാഗ്രതയോടുകൂടി ഈ ഒരു വാരക്കാലത്തെ ശ്രദ്ധിച്ച് നീക്കണം ചിങ്ങം രാശിക്കാർ. ശാരീരികമായി ഞാൻ മുമ്പ് സൂചിപ്പിച്ച അസുഖങ്ങൾ ശ്രദ്ധിക്കണം. ലിവർ സിറോസ് പേഷ്യൻസൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഫാറ്റി ലിവർ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. മാതാവിൻ്റെ വിയോഗം, മാതാവിൻ്റെ രോഗാദി അരിഷ്ടതകൾ ചിങ്ങൻ രാശിക്കാർ തങ്ങളുടെ മാതാവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്. അവർക്കുണ്ടാകുന്ന പല ക്ലേശങ്ങളും ഈ ഒരു വാരത്ത് അനുഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണെന്നറിയുക. നന്ദി, നമസ്തേ.